നമസ്കാരം. ഫെബ്രുവരി 26-നാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശിവരാത്രിക്ക് മുൻപ് കാണുന്നതായ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു. ആ വീടുകളിൽ പരമശിവന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അഥവാ ഈ കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നിങ്ങൾ മറക്കാതിരിക്കുക. പരമശിവന്റെ അനുഗ്രഹത്താൽ ചില പുഷ്പങ്ങൾ വീടുകളിൽ വിരിയുന്നതാണ്. ഈ പുഷ്പങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശിവരാത്രിക്ക് മുൻപാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഏതെല്ലാമാണ് ആ പുഷ്പങ്ങൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഒരു നിമിഷം ഭഗവാനെ ഏവരും വന്ദിക്കുക. ആദ്യത്തേതായ പുഷ്പം വെളുത്ത പുഷ്പങ്ങളാണ്. പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒന്നാണ് വെളുത്ത പുഷ്പങ്ങൾ. വെളുത്ത പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിടരുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. ധാരാളമായി വിടരുന്നു എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹത്താലാണ്. പരമശിവന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ വെളുത്ത പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ശിവരാത്രിക്ക് മുൻപ് ധാരാളമായി വിടരുന്നു എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുവാൻ മറക്കാതിരിക്കുക. എന്നാൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. വെളുത്ത പുഷ്പങ്ങൾ ശുദ്ധിയോടെ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വിളക്ക് തെളിയിച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും വിശേഷമാകുന്നു. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ പരമശിവന്റെ അനുഗ്രഹം ആ വീടുകളിൽ ഇരട്ടിക്കുന്നതാണ്. ശംഖുപുഷ്പം. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പം ധാരാളമായി വിടരുന്നു എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമാകാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. നേട്ടങ്ങൾ ഇരട്ടിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശംഖുപുഷ്പം സമർപ്പിക്കുക എന്നതാണ്. ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന് ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ്. പ്രധാനമായും ശിവപ്രീതി നാൾക്കുനാൾ ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ശനിയാഴ്ച ദിവസങ്ങളിലും ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ്. മറ്റൊന്ന് മുക്കുറ്റിയാണ്. ദശപുഷ്പങ്ങളിൽ ഒരു പുഷ്പം എന്ന പ്രത്യേകത മുക്കുറ്റിക്കുണ്ട്. മുക്കുറ്റി വീടുകളിൽ പിടിച്ചു വരുന്നത് പോലും ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയാകുന്നു. അഥവാ ആ വീടുകളിൽ നാൾക്കുനാൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നു, ഈശ്വര കടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. മറ്റൊരു കാര്യം കൂടി ഓർക്കുക. വീടുകളിൽ മുക്കുറ്റിയുണ്ട് എങ്കിൽ അവ പൂർണ്ണമായും ഒരിക്കലും നിങ്ങൾ പറിച്ചു കളയുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ പാടുള്ളതല്ല. ഒരു കട മുക്കുറ്റിയെങ്കിലും വീടുകളിൽ ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും അതിനാൽ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകുക. മുക്കുറ്റിയുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാകുന്നു. മറ്റൊന്ന് തുമ്പയാകുന്നു. തുമ്പപ്പൂ വീടുകളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ
അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ സൂചനയുടെ ലക്ഷണങ്ങൾ തന്നെയാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ശത്രുദോഷം, ശത്രുക്കളാൽ ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നും അഥവാ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന വ്യക്തമായ സൂചനയാകുന്നു. അതിനാൽ ചുവന്ന പുഷ്പങ്ങൾ വീടുകളിൽ വിടരുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചനയാണ്. പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്നും ശിവരാത്രി മുതൽ തന്നെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളോ മറ്റു നേട്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. മറ്റൊരു പുഷ്പം നന്ദ്യാർവട്ടമാണ്. മുൻപ് പല വീടുകളിലും ഉണ്ടായിരുന്നതായ ഒരു സസ്യമാണ് നന്ദ്യാർവട്ടം. എന്നാൽ ഇന്ന് പല വീടുകളിലും നന്ദ്യാർവട്ടമില്ല എന്നതാണ് വാസ്തവം. വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാൻ വളരെ സഹായകരമായ ഒന്നാണ് നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടം നിങ്ങളുടെ വീടുകളിൽ വളരുന്നത് പോലും ശുഭകരമാണ്. പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നന്ദ്യാർവട്ടം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹത്താലാണ്. ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. ധനപരമായോ അല്ലാതെയോ നേട്ടങ്ങൾക്കും പരമശിവന്റെ അനുഗ്രഹത്താൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ അകലാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. വീടുകൾക്ക് പോസിറ്റീവ് ഊർജവും വീടുകളിലേക്ക് അനുകൂലമായ ഫലങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു പുഷ്പമാണ് മന്ദാരം. മന്ദാരം വീടുകളിൽ വിടരുന്നത് പോലും ആ വീടുകളിലെ ഭാഗ്യം, അനുകൂലമായ സാഹചര്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക. നിങ്ങളുടെ വീടുകളിൽ മന്ദാരം വിടരുന്നു എങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ സൂചനകളുടെ ഫലങ്ങളുടെ മുന്നോടിയാണ്. എന്നാൽ പ്രധാനമായും അറിയേണ്ടതായ ഒരു കാര്യം, ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ മന്ദാരം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ഫലങ്ങളുടെ മുന്നോടിയാണ്. തീർച്ചയായും വിളക്ക് തെളിയിച്ച് ഭഗവാന് പുഷ്പം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മന്ദാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ശിവമന്ത്രങ്ങൾ ഈ സമയം ജപിക്കുന്നതും ഇരട്ടി ഫലദായകം തന്നെയാകുന്നു. ഈ പരാമർശിച്ച പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാണ്. തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക.